ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ബ്രെഡ് വട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ വലിയ 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 8 ബ്രെഡും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം. ബ്രെഡ് മുഴുവനായിട്ടും നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ബൗള് അവിലാണ് എടുത്തിട്ടുള്ളത്. ഈ അവില് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തതും കൂടിയാണ്. ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ക്രഷ്ഡ് ചില്ലി, അതായത് ഉണക്കമുളക് ചതച്ചെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ അസഫോഡിറ്റ പൗഡർ, അതായത് സാമ്പാർ കായത്തിന്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് ലെമണിന്റെ ജ്യൂസാണ്. ഒരുപാട് വേണ്ട, പകുതി മതി. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് വടയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ബ്രെഡ് വടക്കുള്ള ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോയിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുക്കുക. ഒരു മീഡിയം ബോൾ ആക്കിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ മൂടി എടുക്കുക. അതിലൊരല്പം ഓയിൽ തടവി കൊടുക്കുക. അതിനുശേഷം ഈ ബോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പായിട്ട് കിട്ടും. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മിഡിലിലായിട്ട് ഒരു ഹോൾസ് ഉണ്ടാക്കുക. ഇതുപോലെ ഹോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തട്ടി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഈ വട റിമൂവ് ആയിട്ട് കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ ഒരു ബ്രെഡ് വട ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ബ്രെഡ് വടയും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 കോഴിമുട്ടയും 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ ബ്രെഡ് വടയും ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിലേക്ക് ഓരോ ബ്രെഡ് വടയും ഇട്ട് കൊടുക്കാം. അവിലും ബ്രെഡും അതുപോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകൾ തന്നെയാണ്. 4 മണി സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ ബ്രെഡ് വട. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് വടയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് വടയും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് വട തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ കെച്ചപ്പും പുതിന ചട്നിയും സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.